ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല നാടൻ ചെമ്മീൻ വറുത്തതും കൂട്ടി ഊണ് കഴിച്ചാലോ? അപ്പോൾ ഇന്നത്തെ ഊണിന് സാമ്പാറും ചെറുപയർ തോരനും ചെമ്മീൻ വറുത്തതുമാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ സാമ്പാറിൻ്റെയും ചെറുപയർ തോരൻ്റെയും റെസിപ്പികൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെമ്മീൻ വറുത്തത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ക്ലീൻ ചെയ്തെടുത്ത ശേഷം 400 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്താം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 15 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. ഞാനിത് 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. തീ ഒരുപാടങ്ങ് കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഈ മസാലയൊക്കെ അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിനു മുമ്പ് ചെമ്മീൻ ബിരിയാണിയുടെയും ചെമ്മീൻ ഉലർത്തിയതിൻ്റെയും ഒക്കെ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഈ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൂടി തന്നാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശം പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നല്ലതുപോലെ മുരിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അവസാനം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെമ്മീൻ വറുത്തതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. വീണ്ടും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത ബാച്ച് ഇവിടെ ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ബാച്ചും അവസാനം വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ നാടൻ ചെമ്മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ഊണ് ചോറിൻ്റെ കൂടെ സാമ്പാറും പപ്പടവും ചെറുപയർ തോരനും ചെമ്മീൻ വറുത്തതുമാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്